ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ആയിരുന്നു. ഇതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി പോർഷൻസും ഫസ്റ്റ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ നമ്പർ സീരീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു നമ്പർ സീരീസ് തന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ എൻഡിലെ നമ്പർ നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് UGC നെറ്റിലൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നാണ്. ദെൻ ഇവിടെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു ഓഡ് നമ്പർ അല്ലെങ്കിൽ ഈവൻ നമ്പർ സീരീസ് അല്ല. ദെൻ ഇതിൻ്റെ ഡിഫറൻസ് നോക്കുമ്പോഴും ഡിഫറൻസ് ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ദെൻ നമ്മൾ ഒന്നുകൂടെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊരു പ്രൈം നമ്പർ സീരീസ് ആണ്. വാട്ട് ഈസ് പ്രൈം നമ്പർ സീരീസ്? എ നമ്പർ ദാറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഓൺലി വൺ ഓർ ഇറ്റ് സെൽഫ്. അതായത് ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ടോ അല്ലെങ്കിൽ 1 കൊണ്ടോ മാത്രം ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഇല്ലാതെ വരുന്ന നമ്പേഴ്സിനെ നമ്മൾ പ്രൈം നമ്പർ സീരീസ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസ് അനലൈസ് ചെയ്യുമ്പോൾ 2, 3, 5, 7, 11, 13, 17 ദെൻ നമുക്ക് ഏത് നമ്പറാണെന്നുള്ളത് കണ്ടെത്താനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതായത് പ്രൈം നമ്പർ സീരീസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 9ൻ്റെ കേസിൽ 9 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ അല്ല. കാരണം 1, 9 അല്ലാതെ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യാം? 3 വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ അതൊരു പ്രൈം നമ്പർ അല്ല. ദെൻ ഈ ഒരു കേസിൽ ഇതിൻ്റെ ഓപ്ഷൻസ് തന്നത് 18 ഉണ്ട്, 20, 21, 19. 18 എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ല. കാരണം 9 വെച്ച് ഡിവൈഡ് ചെയ്യുക, 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ദെൻ 20ൻ്റെ കേസിൽ നമുക്ക് 10 വെച്ചിട്ട് 2 വെച്ചിട്ടൊക്കെ ഡിവൈഡ് ചെയ്യാം. 21ൻ്റെ കേസിൽ 7 വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ദെൻ 19ൻ്റെ കേസിൽ 19ഉം 1ഉം ഇല്ലാതെ വേറെ നമ്പർ വെച്ച് നമുക്ക് റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ 19 ആണ് ഇവിടുത്തെ ആൻസർ. ദെൻ നെക്സ്റ്റ് വൺ 2, 5, 8, 11, 14, 17 ഡാഷ് ഇട്ടിട്ടുണ്ട്, 23, 26. ഇതിൻ്റെ കേസിൽ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. കാരണം ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ് അല്ലേ? എല്ലാതും 2 + 3 ആണ് 5, 5 + 3 8, 8 + 3 11, 11 + 3 14, 14 + 3 17, 17 + 3 20. ഓക്കെ, അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താം. കാരണം ഡിഫറൻസുകൾ എല്ലാതിൻ്റെയും ഡിഫറൻസുകൾ വരുന്നത് 3 ആണ്. അതാണ് അതിൻ്റെ ഒരു റിലേഷൻ. അതായത് ഈ നമ്പർ സീരീസ് വരുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇത് ഇനി വരുന്തോറും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഇതൊക്കെ ഒരു സിമ്പിളായിട്ടുള്ളതാണ് വരുന്നത്. ചിലത് നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവാത്തതും ഉണ്ടായിരിക്കും. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇതിപ്പോൾ അതേപോലത്തെ ഏകദേശം ഒരു കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. 1, 6, 24. 1 കഴിഞ്ഞിട്ട് ഡാഷ് ഉണ്ട്, അവിടെയുള്ള നമ്പറാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. 6, 24, 120, 720. ഇത് നമുക്കറിയാം ഇൻക്രീസ് ചെയ്തിട്ട് ദെൻ ഡിക്രീസ് ചെയ്യുന്ന പോലത്തെ ഒരു ഇതാണ് അല്ലേ? കാരണം ഡിക്രീസിൽ നിന്ന് വന്ന് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നമ്പേഴ്സാണ്. റൈറ്റ് സൈഡിൽ നിന്നാണ് ഇൻക്രീസ് ചെയ്ത് വരുന്നത് അല്ലേ? അങ്ങനത്തെ ഒരു സീരീസാണ്. ദെൻ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഇത് തമ്മിലൊരു ഡിഫറൻസ് അല്ല ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് 6 × 4 ആണ് 24 അല്ലേ? നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയുന്നവർക്ക് അതായത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും 6 × 4 ആണ് 24. ദെൻ 24 × 5 ആണ് 120, 120 × 6 ആണ് 720. നമുക്ക് വേറെ രീതിയിലും പറയാം. 720 ഡിവൈഡഡ് ബൈ 6 ആണ് 120, 120 ഡിവൈഡഡ് ബൈ 5 ആണ് 24, 24 ഡിവൈഡഡ് ബൈ 6 ആണ് 4 ആണ് 6 എന്ന് പറയുന്നത്. അതായത് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലാക്കാം. 720 ഡിവൈഡഡ് ബൈ 6 ആണ് 120, 120 ഡിവൈഡഡ് ബൈ 5 24, 24 ഡിവൈഡഡ് ബൈ 4 6 ആണ്, 6 ഡിവൈഡഡ് ബൈ 3 2, ദെൻ 2 ഡിവൈഡഡ് ബൈ 2 = 1. അല്ലെങ്കിൽ നമുക്ക് ഇൻറ്റു ആയിട്ട് ചെയ്യാം, അതായത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ചെയ്യാം. 1 × 2 2, 2 × 3 ആണ് 6, 6 × 4 ആണ് 24, 24 × 5 ആണ് 120, 120 × 720 ആണ് 120 × 6 ആണ് 720 എന്ന് പറയാം. നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഏത് ഓപ്ഷനാണെന്നുള്ളത് തിരഞ്ഞെടുക്കാം. അതായത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടാണോ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുക, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണോ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. കാരണം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കണം, പ്ലസ് അത് ആക്യുറേറ്റ് ആയിരിക്കണം. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പം നമുക്ക് ഏതാണോ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നത് സ്പീഡായിട്ടുള്ളത് നമുക്ക് ഈ ഒരു പ്രോബ്ലം പോലത്തെ നമുക്ക് തിരഞ്ഞെടുക്കാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫൈൻഡ് ദ മിസ്സിംഗ് ടേം ഇൻ ദി ഗിവൺ സീരീസ്. 16, 20, 25, 30, 36, 42, 49. 49 കഴിഞ്ഞിട്ടുള്ള ടേമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 16 + 4 ആണ് 20, ദെൻ 20 + 5 25, 25 + 5 30, 30 + 6 36, 36 + 6 42, 42 + 7 49.
അതായത് ഇതിൽ വരുന്നത് എല്ലാ നമ്പേഴ്സും 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് 4 പ്ലസ് പിന്നെ 5 2 പ്രാവശ്യമുണ്ട്, 6 2 പ്രാവശ്യമുണ്ട്, ദെൻ 7 അപ്പോൾ എന്തായിരിക്കും 2 പ്രാവശ്യം ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ 49 + 7 = 56. അപ്പോൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. നെക്സ്റ്റ് വരുന്നത് കംപ്ലീറ്റ് ദ ഫോളോവിങ് സീരീസ് 9 11 15 23 39. അങ്ങനെയാണ് സീരീസ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. ഇതിൽ വരുന്നത് 9 + 2 ആണ് 11, 11 + 4 15, 15 + 8 23, 23 + 16 39, ദെൻ 39 + 32 ആണ് 71. നമുക്ക് കണ്ടെത്താനുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2ൻ്റെ ഇരട്ടിയാണ് 4, 4ൻ്റെ ഇരട്ടിയാണ് 8, 8ൻ്റെ ഇരട്ടിയാണ് 16, ദെൻ 16ൻ്റെ ഇരട്ടിയാണ് 32. അപ്പോൾ ഓരോ നമ്പേഴ്സിൻ്റെയും ഡിഫറൻസ് വരുന്നത് എത്രയാണ്? ആ നമ്പറിൻ്റെ ഇരട്ടിയാണ് അടുത്ത ടേമിൽ ഇൻക്രീസ് ആകുന്നത്. അപ്പോൾ അതാണ് ഇവിടെയുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ദെൻ ജൂൺ 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. നെക്സ്റ്റ് ടേം ഇൻ ദ സീരീസ് ഈസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. 2 5 9 19 37. ഈ ഒരു കേസിൽ ഒരു കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇൻ്റർവെല്ലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണ്? 2 × 2 + 1, അതായത് 2 × 2 4 + 1 പറയുമ്പോൾ 5, അതാണ് അടുത്ത ടേം. ദെൻ നെക്സ്റ്റിൽ +1 അല്ല വരുന്നത്, -1 ആണ്. അതായത് 5 × 2 = 10, 10 - 1 ആണ് 9. ദെൻ നെക്സ്റ്റിൽ വരുന്നത് പ്ലസ് ചെയ്യുക, ദെൻ മൈനസ് ചെയ്യുക, അതായത് × 2 വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതിനോട് +1ഉം +- +1 +- ആ ഒരു രീതിയിലാണ് പോകുന്നത്. ലാസ്റ്റ് വരുമ്പോൾ 37 × 2 + 1, അതായത് കഴിഞ്ഞതിൽ -1 ആയിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഇതിൽ +1, ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ 75 എന്നുള്ളത് കിട്ടി. അതായത് ഓരോ നമ്പേഴ്സിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒന്ന് പ്ലസ് ആണെങ്കിൽ അടുത്തത് വരുന്നത് -1, +1 -1, ആ ഒരു രീതിയിലാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ലെറ്റർ സീരീസ്. ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഓരോ ആൽഫബറ്റ് നമ്പേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ കൊടുക്കുക. A1 B2 C3 അങ്ങനെ ഓരോന്നിൻ്റെയും നമ്പർ നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരിക എന്ന് വെച്ചാൽ A C E G ദെൻ ഡാഷ് ഇട്ടിട്ട് K കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് ആ ഒരു ടേമിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു കാര്യം അറിയില്ല എങ്കിൽ, അതായത് ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുക എന്നുള്ളത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. A എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ദെൻ C എന്ന് പറയുമ്പോൾ 3 ആണ്. E എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 ആണ്. ദെൻ G എന്ന് പറയുമ്പോൾ ഈ നമ്പേഴ്സിൽ വരുന്നത് എന്താ വെച്ചാൽ A + 2 ആണ് C എന്ന് പറയുന്നത്. എനോട് 2 ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് C കിട്ടുന്നത്. ദെൻ C + 2 ആണ് E + 2 ആണ് G + 2 ആണ് I. അതായത് 2 ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആ നമ്പർ ഏതാണെന്ന് നമുക്ക് കണ്ടെത്തിയാൽ മതി. അതായത് 1നോട് 2 കൂട്ടുമ്പോൾ 3 കിട്ടും, 3നോട് 2 കൂട്ടുമ്പോൾ 5 കിട്ടും. അപ്പോൾ 5 എന്നുള്ള നമ്പറിൽ ഏതാണ് അതിൻ്റെ ആ ഒരു നമ്പറിൽ ആൽഫബറ്റ് എന്ന് നോക്കിയിട്ട് അത് എഴുതുക. ദെൻ 5നോട് 2 കൂട്ടുമ്പോൾ 7 കിട്ടും. അപ്പോൾ ആ നമ്പർ ഏതാണെന്നുള്ളത് നോക്കുക. അങ്ങനെയാണ് I കിട്ടുന്നത്. 9 കിട്ടും. 7നോട് 2 കൂട്ടുമ്പോൾ 9 കിട്ടും. അപ്പോൾ അത് I ആണ്. ആ ഒരു കറസ്പോണ്ടിങ് ആൽഫബറ്റ് എന്ന് പറയുന്നത് I ആണ്.